friends, welcome to homelymealcourt. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ കട്ടിപ്പത്തിരിയാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. 2 ചെറുള്ളി, 2 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ വേണ്ടത് പൊടിയാണ്. അരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ട് ട്രഡീഷണൽ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചെയ്യുന്നതുകൊണ്ട് 5 ടേബിൾ സ്പൂൺ റവ, 5 ടേബിൾ സ്പൂൺ മൈദ, 5 ടേബിൾ സ്പൂൺ പുട്ടുപൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറുള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. 3 തരം പൊടികളും കൂടിയിട്ട് ഏകദേശം 1 കപ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. പൊടി ചേർക്കുന്നതിനോടൊപ്പം തന്നെ നന്നായി ഇളക്കി വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ മൂടി വെച്ച് 10 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്തിട്ട് ചപ്പാത്തി കുഴയ്ക്കും പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 5 മിനിറ്റ് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയ ജീരകവും ചേർത്തിട്ട് വീണ്ടും 5 മിനിറ്റ് കൂടി കുഴച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ കിച്ചൺ കൗണ്ടർ ടോപ്പാണ് ഇത് കുഴയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ നന്നായിട്ടൊന്ന് പരത്തി പെട്ടെന്നൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് കുഴച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇവിടെ കൈയുടെ ഉൾഭാഗം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ഗ്ലാസ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള പീസസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് തിളച്ച ഓയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായി തിളച്ചതിന് ശേഷം ഓരോ പീസായി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെക്കുക. ഏകദേശം 5-6 മിനിറ്റ് മൊത്തത്തിൽ ഇത് കുക്ക് ചെയ്യാനായിട്ട് വേണ്ടി വരും. ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഓയിലിൻ്റെ തിളയൊക്കെ നന്നായിട്ട് കുറഞ്ഞ് ഇതുപോലെ പൊങ്ങി വരും. കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറച്ചിടാൻ പോവുകയാണ്. കണ്ടില്ലേ, ഓയിലിലെ തളയൊക്കെ നിന്നിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് മറച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ കളറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിപ്പത്തിരി ഇവിടെ റെഡിയാണ്. നിങ്ങൾക്കിതൊരു സ്നാക്കായിട്ടോ അതല്ലെങ്കിൽ ചിക്കൻ കറിയുടെയോ ബീഫ് കറിയുടെയോ കൂടെ കഴിക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനായ വറുത്തരച്ച ചിക്കൻ കറി നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക്